പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരാണ്. നിലവിളക്ക് കത്തിച്ച് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം തന്നെ ഒരു കിണ്ടിയിൽ ജലവും തീർത്ഥമായിട്ട് നമ്മൾ വെക്കാറുണ്ട്. അങ്ങനെ ജലം വെക്കുമ്പോൾ ആ ജലത്തിൽ പൂക്കളോ തുളസി കതിരോ ഒക്കെ നമ്മൾ നുള്ളിയിടാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ കിണ്ടിയിൽ ജലത്തിനോടൊപ്പം പുഷ്പങ്ങളോ പൂക്കളോ തുളസി കതിരോ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒരിക്കലും ഈ തെറ്റ് നിങ്ങൾ വീട്ടിൽ ചെയ്യരുത്. അത് ഇരട്ടി ദോഷമാണ്. വെച്ചില്ലെങ്കിൽ വെച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷേ പൂക്കൾ വെച്ചിട്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ തെറ്റുകൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു തെറ്റാണ്. കിണ്ടിയിലെ ഈ ഒരു വാലുഭാഗം ഉണ്ടല്ലോ, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു വാലുഭാഗത്തിൽ ഒരിക്കലും പൂക്കൾ വെച്ച് അടയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പൂക്കൾ വെച്ചുകൊള്ളൂ, പക്ഷെ ആ പൂക്കൾ കിണ്ടിയുടെ വായുഭാഗത്ത് വലിയ വായ വരുന്ന ഈ ഒരു ഭാഗത്ത് വേണം വെക്കുവാനായിട്ട്. ഒരു കാരണവശാലും കിണ്ടിയുടെ വാലടയ്ക്കുന്ന രീതിയിൽ, ആ വാൽഭാഗം മൂടുന്ന രീതിയിൽ പൂക്കൾ വെക്കരുത്. അത് വലിയ ദോഷമാണ്. നമ്മൾ ഭഗവാന് തീർത്ഥം വെച്ചിട്ട് ആ തീർത്ഥം സ്വീകരിക്കേണ്ട ഭാഗം അല്ലെങ്കിൽ തീർത്ഥം ഒഴിച്ചു കൊടുക്കേണ്ട ആ ഭാഗം മൂടി വെച്ചിട്ട് ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ പൂക്കൾ വെക്കുന്നത്. അതുകൊണ്ട് ആരും നിങ്ങളുടെ വീട്ടിൽ നിലവിളക്കിനോടൊപ്പം തന്നെ കിണ്ടിയിൽ ജലം വെക്കുന്ന സമയത്ത് അത്തരത്തിൽ അതിന്റെ മൂടി ഭാഗം, ഈ വാല് പോലെ വരുന്ന ഭാഗം അടച്ചു പൂക്കൾ വെക്കരുത്. നിങ്ങൾക്ക് പൂക്കളോ ഇലയോ വെക്കണം എന്നുണ്ടെങ്കിൽ അത് വലിയ തുറന്ന ഭാഗത്ത് വേണം വെക്കുവാനായിട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല തരത്തിലുള്ള പൂക്കൾ കിണ്ടിയിലെ തീർത്ഥത്തിനോടൊപ്പം വെക്കാറുണ്ട്. പലതരം പൂക്കൾ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന എല്ലാ തരം പൂക്കളും നമ്മൾ കിണ്ടിയിൽ വെക്കാറുണ്ട്. എന്നാൽ ചില പൂക്കൾ കിണ്ടിയിലെ ജലത്തിൽ വെക്കുവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ആരൊക്കെ കിണ്ടിയിൽ വെള്ളം വെക്കാറുണ്ട് എന്നൊന്ന് കമന്റായിട്ട് അറിയിക്കണേ. എരിക്കിൻ പൂവ് യാതൊരു കാരണവശാലും എരിക്കിൻ പൂവ് കിണ്ടിയിലെ തീർത്ഥത്തിൽ വെക്കുവാൻ പാടില്ല. രണ്ടാമത്തേത് എന്ന് പറയുന്നത് പാലപ്പൂവ് യാതൊരു കാരണവശാലും കിണ്ടിയിലെ തീർത്ഥത്തിൽ വെക്കുവാൻ പാടില്ല. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ഈ മഞ്ഞ അരളി പോലെ പൊട്ടിക്കുമ്പോൾ പാല് വരുന്ന ചില പൂക്കളും വൃക്ഷങ്ങളും ഉണ്ടല്ലോ, അതിന്റെ പൂക്കളൊന്നും ഇത്തരത്തിൽ ജലത്തിൽ വെക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് പൂക്കൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും കിണ്ടിയിൽ ഈ ഒരു പൂക്കൾ വെക്കുന്നുണ്ടെങ്കിൽ കിണ്ടിയിൽ വെക്കാതിരിക്കുക. വിളക്കിന്റെ മുൻപിൽ തന്നെ നിങ്ങൾ സമർപ്പിച്ചോളൂ. ഭഗവാന്റെ ചിത്രത്തിന്റെ മുന്നിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ. നിലവിളക്കിന്റെ പാദത്തിൽ അല്ലെങ്കിൽ ഭൂതാലത്തിൽ നിങ്ങൾ സമർപ്പിച്ചോളൂ. വാഴയിൽ സമർപ്പിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കിണ്ടിയിലെ തീർത്ഥ ജലത്തിൽ ആ ജലത്തിൽ മലിനപ്പെടുത്തുന്ന രീതിയിലുള്ള പാലപ്പൂവ്, എരിക്കിൻ പൂവ്, അതുപോലെ തന്നെ മഞ്ഞ അരളി പോലുള്ള പൊട്ടിക്കുമ്പോൾ പാല് വരുന്ന തരത്തിലുള്ള പൂക്കൾ സമർപ്പിക്കുവാൻ പാടില്ല. അതുപോലെ ഈ അരളിയുടെ ഒക്കെ വിഷമുള്ള ഈ പൂക്കളാണ്. അത് നിങ്ങൾ അത്തരത്തിൽ കിണ്ടിയിൽ സമർപ്പിച്ചിട്ട് ആ ജലം സേവിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതീവ ദോഷകരമാണ്. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുകൊണ്ട് ഈ പാലപ്പൂവ്, എരിക്കിൻ പൂവ്, മഞ്ഞ അരളിപ്പൂവ്, പൊതുവെ അരളിപ്പൂവ് അത്തരത്തിൽ കിണ്ടിയിൽ ജലത്തിൽ വെക്കുന്നത് ഒഴിവാക്കുക. കഴിയുന്നതും ഇക്കാര്യം നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ആളുകളും വീട്ടമ്മമാർ ഈ തെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. മഹാ അപരാധമാണ്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഈ തെറ്റ് ചെയ്യരുത്. കാരണം മറ്റൊന്നുമല്ല, ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൂവും പ്രസാദവും ഉണ്ടല്ലോ,
ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി അല്ലെങ്കിൽ അവിടുത്തെ തിരുമേനി നൽകുന്ന പൂക്കൾ നമുക്ക് ഭഗവാന് പൂജിച്ചു തരുന്ന ചില വീട്ടമ്മമാരെങ്കിലും ഈ ഒരു കാര്യം കൊണ്ടുവന്ന് കിണ്ടിയിലെ ജലത്തിൽ വെക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതല്ലേ, ഭഗവാന്റെ ചൈതന്യമേറുന്ന പൂക്കളല്ലേ എന്ന് കരുതി കൊണ്ടുവന്ന് കിണ്ടിയിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്കിനോടൊപ്പം കിണ്ടിയിലോ അല്ലെങ്കിൽ നിലവിളക്കിന്റെ പാദത്തിലോ സമർപ്പിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഈ നിർമാല്യമായ വസ്തുവാണ് ഭഗവാൻ സമർപ്പിക്കപ്പെട്ട് നിർമാല്യമായി നമുക്ക് പൂജിച്ചു നൽകിയ വസ്തുവാണ് ഇത്. ഇത് കൊണ്ടുവന്ന് യാതൊരു കാരണവശാലും കിണ്ടിയിലോ ജലത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ചിത്രത്തിലോ നിലവിളക്കിന്റെ മുൻപിലോ ചാർത്തരുത്. പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിൽ തെറ്റില്ല. ഓരോന്നായിട്ട് പ്രസാദ ഇല വെക്കുന്നതിൽ തെറ്റില്ല, ഏറ്റവും നല്ലതാണ്. പക്ഷേ ഒരിക്കലും എടുത്തു ചാർത്തുവാനോ ആരാധനയായിട്ട് മറ്റ് പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുവാനോ പാടില്ല എന്നുള്ളതാണ്. ചിലരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത് കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുമ്പോൾ കിണ്ടിയിലെ ജലത്തിൽ ഈ പൂക്കൾ എടുത്തു വെക്കാറുണ്ട്. അത് ചെയ്യരുത് കേട്ടോ. അറിഞ്ഞിരുന്നു കൊണ്ട് ഈ തെറ്റ് ആരും തന്നെ ചെയ്യരുത്. തുളസിപ്പൂവ് കിണ്ടിയിൽ വെക്കുന്നവരോട് ഒരുപാട് പേര് തുളസിപ്പൂവ് ദിവസവും കിണ്ടിയിൽ വെക്കാറുണ്ട്. ഏറ്റവും നല്ലതാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കിണ്ടിയിൽ ദിവസവും തുളസിപ്പൂവ് വെച്ചിട്ട് തൊഴുന്ന ഒരാളാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഐശ്വര്യമുള്ളയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ദിവസവും തുളസിപ്പൂവ് വെച്ചിട്ട് തൊഴുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം മുടക്കുന്ന തുളസി വെച്ചിട്ട് തൊഴുന്നവർ ഉണ്ടെങ്കിൽ ഒന്നും പറയണേ. അറിയാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഭാഗ്യമാണ്. മഹാലക്ഷ്മിയാണ്. നിങ്ങൾ കൈയെടുത്ത് നമ്മൾ തുളസിപ്പൂവ് വെക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്നുമല്ല, ഈ തുളസിപ്പൂവ് ദിവസവും വെക്കുമ്പോൾ ഏകാദശി ദിവസം മറന്നു പോകരുത്. ഏകാദശി ദിവസം അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ ഓടിപ്പോയി തുളസി കതിര് പറിക്കരുത്. തലേന്നേ പറിച്ചു വെക്കണം. അപ്പോൾ ദിവസവും വെക്കുന്നവർ ഈ ഏകാദശി ദിവസവും എല്ലാ ദിവസത്തെയും ഒരേപോലെ തുളസി കതിർ പറിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ തുളസി കതിർ ഇറുത്തു കൊണ്ടുവന്ന് ദിവസവും വിളക്കിന്റെ മുന്നിൽ വെക്കുന്ന പോലെ വെക്കരുത്. അപ്പോൾ നിത്യവും വിളക്ക് കത്തിക്കുന്നവർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.